നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാജുട്ടാ, ഇപ്പഴൊന്ന് വിളിക്കാൻ കഴിഞ്ഞത്. രാജുട്ടൻ ഇപ്പഴാ തിരിച്ചു വരുന്നേ? ഇവിടെ ആകെ പ്രശ്നങ്ങളാ. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാ ഞാൻ അവിടെ നിൽക്കൂ. ചെറിയച്ഛന്റെ സർജറി കഴിഞ്ഞു. ഇനി ഹോസ്പിറ്റലില് ചെറിയമ്മയുടെ ആവശ്യമുള്ളൂ. മംഗലാപുരം പോലൊരു സ്ഥലത്ത് ആ പാവ സ്ത്രീ മാത്രം എന്ത് ചെയ്യാനാ രാജുട്ടാ? രാജുട്ടൻ എന്തായാലും പോയതല്ലേ, അവരെ ഡിസ്ചാർജ് ആക്കി വീട്ടിലെത്തിച്ചിട്ട് വന്നാ മതി. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മു. അച്ഛന്റെ വകയിലൊരു ബന്ധുവായിട്ടുള്ളൂ. അച്ഛൻ പോയ ശേഷം എന്നെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും വരാത്ത ആളുകളാ. പിന്നൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു വിളിച്ചാ പോവാതിരിക്കാൻ പറ്റുമോ? മുത്തശ്ശി മരിച്ച അന്നേ ദിവസമായിരുന്നു സർജറി. എന്റെ ശരീരവും മനസ്സും അവിടെ തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ? രാജുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ആ, നോക്കട്ടെ. ചിലപ്പോ ഞാൻ നാളെ തന്നെ വണ്ടി കയറും. നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. ഒന്നും വേണ്ട മാഡം, ഒരു നിരാഹാര സമരം കഴിഞ്ഞുള്ള വരവാ. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സന്തോഷ് കടച്ചാക്കുഴിയ ഇവിടെ വന്ന മാഡത്തിനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞത്. മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പ്സിലെ തൊഴിലാളികളിൽ 75% ദിനകരന്റെ പാർട്ടി യൂണിയനിൽപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. 75% അല്ല മാഡം, 90% പേരും എന്റെ യൂണിയനിൽപ്പെട്ടവരാ. മാഡം എന്നെ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ദിനകരന് അറിയാലോ. തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് 2 മാസമായി. വേതന വർധനവ് കഴിഞ്ഞ വർഷം കമ്പനി ഓഫർ ചെയ്തിട്ട് ഈ വർഷവും അത് നടന്നില്ല. തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദിനകരന്റെ യൂണിയനില്ലേ? ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ തൊഴിലാളികൾക്ക് മാനേജ്മെന്റിലുള്ള വിശ്വാസം വലുതാണ്. ഞങ്ങൾ ഇടപെടാൻ ശ്രമിച്ചിട്ടും അവരതിന് വിമുഖത കാണിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബായി അത് മാറിക്കഴിഞ്ഞു. അപ്പോ മാഡം ഈ വിഷയത്തിൽ ഇടപെടാൻ എന്താ കാരണം? എനിക്ക് ആ കമ്പനിയിൽ താല്പര്യമുള്ളതുകൊണ്ട്. മനസ്സിലായില്ലല്ലേ? പറയാം. മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ 25% ഷെയർ എന്റെ കയ്യില്. സഞ്ജു ഇപ്പൊ കടുത്ത കടഭീഷണിയിലും. ഏത് നിമിഷവും മംഗലശ്ശേരി ഗ്രൂപ്പും വീടും ബാങ്കുകാർ ജപ്തി ചെയ്യും. പിന്നെ ഇങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. തൊഴിലാളികൾ പെരുവഴിയിലാവാൻ പോവാ. എന്തൊക്കെയോ നിയമ നടപടികൾ കമ്പനി നേരിടുന്നുണ്ടെന്ന് യൂണിയൻ സെക്രട്ടറി അറിയിച്ചിരുന്നു. പക്ഷേ പ്രശ്നം ഇത്ര ഗുരുതരമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സഞ്ജു എല്ലാം മൂടി വെക്കാനുള്ള ശ്രമത്തില് ആരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കോടികളുടെ ബാധ്യത മറികടക്കാനാവില്ല. ഈ സമയം തൊഴിലാളികൾ പണിമുടക്കിയാൽ മാനേജ്മെന്റിന് കമ്പനി മറ്റാർക്കെങ്കിലും കൈമാറേണ്ടി വരും. അതിന് ദിനകരന്റെ ഭാഗത്തു നിന്ന് നീക്കം ഉണ്ടാവണം. കമ്പനി വാങ്ങാൻ ഞാൻ തയ്യാറാ. ദിനകരൻ അതിന് മധ്യസ്ഥത കൂടി വഹിച്ചാൽ എല്ലാത്തിനുമുള്ള പ്രതിഫലമായി 50 ലക്ഷം രൂപ ഞാൻ തരും. എന്തു പറയുന്നു? തൊഴിലാളികൾക്ക് പണി ഇല്ലാതാകരുതെന്ന ഉദ്ദേശമേ എനിക്കുള്ളൂ. പക്ഷേ തരാമെന്ന് പറഞ്ഞ തുക അല്പം കൂട്ടേണ്ടി വരും. സമ്മതം. ആദ്യം സ്ട്രൈക്ക് തുടങ്ങട്ടെ. അഡ്വാൻസായി 20 ലക്ഷം രൂപ ഞാൻ തരും. വേദനിച്ചോ ചേച്ചി?
ഞാൻ പറഞ്ഞത് സത്യമാ. നിന്നെ ഞാൻ ഒരിടത്തും വിടില്ല. എന്നും എന്റെ അനിയത്തിയായി നീ എന്റെ കൂടെ ഉണ്ടാവും. ചേച്ചിക്ക് ഇത് എന്ത് പറ്റി? നീ എന്നോട് ക്ഷമിക്കാമോ? നീയും സഞ്ജുവും എന്നെ ചതിച്ചെന്നൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ടായിപ്പോയി. എനിക്കെന്നല്ല, ഏത് പെണ്ണിനും അതുണ്ടാവും. നീ ആ സത്യം പറയാത്തതിലല്ല, സഞ്ജു എന്നിൽ നിന്നത് മറച്ചതില എനിക്ക് വേദന ഉണ്ടായത്. ഡിവോഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചതും അതുകൊണ്ട്. പക്ഷെ എനിക്ക് സഞ്ജുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റുള്ളവരെ സഹായിക്കാൻ എന്തവസരം കിട്ടിയാലും സഞ്ജു അത് വേണ്ടെന്ന് വെക്കില്ല. ജീവൻ കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സഞ്ജു ജീവിതത്തിൽ അത് കാണിച്ചു തന്നു. നിന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിലൂടെ. എനിക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേച്ചി എന്നെ വെറുത്താലും അദ്ദേഹത്തെ വെറുക്കരുതെന്നൊരു പ്രാർത്ഥന എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേരെയും വെറുത്താ പിന്നെ ഞാൻ ആരായി? എന്നോളം ദുഷ്ടയായ മറ്റൊരാള് പിന്നെ ഈ ലോകത്തുണ്ടാവോ? നിന്നോളം മനഃശുദ്ധിയുള്ളൊരു അനിയത്തെ വേണ്ടെന്ന് വെച്ചാ പിന്നെ ഞാനൊരു വിഡ്ഢിയായി തീരില്ലേ? പെട്ടെന്ന് ചേച്ചിക്ക് എന്താ ഇങ്ങനൊരു മാറ്റം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കവിത ചേച്ചിയുടെ കൈകൊണ്ട് മരിച്ചു പോയെങ്കിൽ എന്ന് വരെ ഞാൻ ആഗ്രഹിച്ചു പോയി. സ്നേഹിച്ചവരെ തിരസ്കരിക്കുന്നതിനോളം വലിയ ശിക്ഷ ഈ ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. സ്നേഹം കൊടുത്താൽ അത് തിരിച്ചു കിട്ടണമെന്ന് വാശിയൊന്നും എനിക്കില്ല. എന്റെ അനുഭവങ്ങൾ എന്നും അതായിരുന്നു. സ്നേഹം എന്താണെന്നറിയാത്ത ഒരാൾക്ക് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സ്നേഹം തന്നിട്ട് ഒരു നാള് ആ സ്ഥാനത്ത് വെറുപ്പായ സഹിക്കാൻ കഴിയില്ല. തിരിച്ചു കിട്ടുന്ന സ്നേഹത്തിന്റെ മാധുര്യം അറിഞ്ഞു പോയ പിന്നീടുള്ള ഒറ്റപ്പെടൽ മരണത്തെക്കാൾ കഠിനമാണ്. ഇനി ചേച്ചി ഒരിക്കലും നിന്നോട് കുത്തുവാക്കുകൾ പറയില്ല. എനിക്കത് ഉൾക്കൊള്ളാനായി. നിന്നെ രക്ഷിക്കാനാ സഞ്ജു ശ്രമിച്ചതെന്ന്, അതൊരു കല്യാണ നാടകം മാത്രമാണെന്ന്. വീണ്ടും നമ്മള് സ്നേഹിച്ചു തുടങ്ങുക. ചേച്ചി അനിയത്തിയായി. നീ ഇല്ലെങ്കിൽ എനിക്ക് എന്ത് വിലയാ ഉള്ളത്? ചേച്ചി ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.